പത്തനംതിട്ട കോട്ടങ്ങലിൽ കാട്ടുപന്നി കൈതകൃഷി വ്യാപകമായി നശിപ്പിച്ചു. കാട്ടുപന്നി കൂട്ടത്തിന്റെ ആക്രമണത്തിൽ ലക്ഷങ്ങളുടെ നഷ്ടം സംഭവിച്ചതായി തോട്ടമുടമ പറയുന്നു. തോട്ടം തൊഴിലാളിക്കും കാട്ടുപന്നി ആക്രമണത്തിൽ പരിക്കേറ്റു. കോട്ടങ്ങൽ പഞ്ചായത്ത് 11-ാം വാർഡിലുള്ളതാണ് ഈ കൈതത്തോട്ടം. പ്രദേശത്ത് 2 വർഷത്തിന് മുകളിലായി കാട്ടുപന്നി ശല്യം രൂക്ഷമാണ്. പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെ കാട്ടുപന്നികൾ കൂട്ടമായി ഇറങ്ങി മനുഷ്യന്റെ ജീവനും സ്വത്തിനും ഭീഷണി സൃഷ്ടിക്കുകയാണ്. 4.5 ഏക്കർ തോട്ടത്തിലെ 8000-ന് മുകളിൽ കൈതകൾ കാട്ടുപന്നി നശിപ്പിച്ചെന്ന് ഉടമ പറയുന്നു. നമുക്ക് മറ്റുള്ള തോട്ടങ്ങളിൽ മുമ്പ് ശല്യം ഉണ്ടായിട്ടുണ്ട്, പക്ഷേ അതൊരു 50-ഓ 100-ഓ അതുകൊണ്ടൊക്കെ നിൽക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഭീമമായിട്ടൊരു നഷ്ടം വന്നേക്കുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ ഒരു 3-4 മാസമായിട്ടാണ് ഈ പന്നിയെ കൊണ്ട് നമുക്ക് ഇത്രയും വലിയൊരു ശല്യം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമ്മളതിന് സൈഡ് ഒക്കെ മറിച്ചിട്ടുണ്ട്. പിന്നെ ജനവാസ മേഖല ആയതുകൊണ്ട് പെൻസ്റ്റിക്ക് കാര്യങ്ങളൊന്നും ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ പിന്നെ ഈ പരിസരവാസികളെല്ലാം ഈ പന്നിയുടെ ഒരു ശല്യം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്ന ആൾക്കാരാണ്. ഇദ്ദേഹത്താണ് നമ്മുടെ ഈ കൃഷി നോക്കാനും ഒക്കെ ആയിട്ട് ഏൽപ്പിച്ചേക്കുന്ന ആളാണ്. പുള്ളിക്കാരനാണ് കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിട്ട് തിരിച്ചു പോയിട്ട്. കഴിഞ്ഞ ദിവസം കാട്ടുപന്നികൾ കൂട്ടമായി ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ തോട്ടം തൊഴിലാളി വീണ് പരിക്കേറ്റിരുന്നു. പന്നിയുടെ ആക്രമണം എന്ന് ഞാൻ ചിലപ്പോഴൊക്കെ ഈ പറമ്പിൽ വരും, പുള്ളി ഇടയ്ക്കൊക്കെ വന്ന് നോക്കണമെന്ന് പറയും. അതിന് ഞാൻ ഇവിടെ വന്നിട്ട് തിരിച്ച് കയറിപ്പോൾ അങ്ങോട്ട് ചെയ്യാം. ഇവിടെ എല്ലാം കാടാണ്. ഒരു 3 പന്നി കാടിനകത്ത് ഇറങ്ങി ഓടി വരും. ഞാൻ എന്നെ കണ്ട് പേടിച്ച് ഓടിയതാണ്. വീണ് കാല് കമ്പുണ്ട് കഴിഞ്ഞ്. പിന്നെ ഞങ്ങളുടെ ഇതൊരു കോളനി പ്രദേശമാണ്. ഇവിടെ കൊച്ചു പിള്ളേരൊക്കെ താമസിക്കാം. പക്ഷേ ഒരു 5-6 മണിയായ പിന്നെ മുറ്റത്ത് പോലും ഇറങ്ങാൻ സ്ഥിതിയാണ്. കൃഷി നഷ്ടത്തിന് കൃത്യമായി നഷ്ടപരിഹാരം ഉൾപ്പെടെ ലഭിച്ചില്ലെങ്കിൽ വലിയ പ്രതിസന്ധിയിലാകുമെന്ന് ഉടമ പറയുന്നു. കാട്ടുപന്നികളെ തുരത്താൻ ശാശ്വതമായ പരിഹാരം ഇനിയെങ്കിലും അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകണമെന്ന് മാത്രമാണ് നാട്ടുകാർക്കും പറയാനുള്ളത്. ജനം, പത്തനംതിട്ട.